ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എന്താണ് ഇങ്ങനെ ഒരുങ്ങിക്കുന്നതെന്നല്ലേ, അതന്നെ ഇപ്പോൾ ഇവളും ചോദിക്കുന്നു, എന്തായി ചേച്ചി കാട്ടുന്നേന്ന്. അപ്പം ഓൻ വിളിച്ചിട്ട് പറഞ്ഞു, റെഡിയായി നിൽക്ക്, ഉണ്ണിയേട്ടൻ്റെ പിറന്നാളാണ്, ബീച്ചിൽ പോവാം നമുക്ക് എല്ലാവർക്കും കൂടെ, ഉണ്ണിയേട്ടൻ്റെ വണ്ടിയുണ്ട്, റെഡിയായി നിൽക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ റെഡിയായി നിന്നിട്ട് ഓനെ കാത്തിക്കണം, അരമണിക്കൂറോളം കാത്തിക്കണം. ലാസ്റ്റ് വന്നു, ഇരുന്നുണ്ട് കാറിൽ. വലിയ ആൾ ഓണിലാക്കാൻ വണ്ടി എടുക്കുന്നത്, പിറന്നാളുകാരനാണ് വണ്ടി ഓടിക്കുന്നത്, നോക്കിയിരിക്കുന്നു. അപ്പം എന്താ ഇത് ഉണ്ണിയാണ്ട് കുഞ്ഞിയാണ്, അതിനെയും കൂട്ടിയിട്ട് ഇങ്ങനെ എല്ലാവരും കൂടെ പോകുന്നത്. മുമ്പിലേക്ക് നാളെ പിറന്നാളാണ് കേട്ടോ, എന്തോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് എല്ലാവരും കൂടെ. അഗീൻ്റെ അപ്പുറം പണിയെടുക്കുന്ന വേറൊരാളുടെ കുഞ്ഞാണ്, ആരോടും മിണ്ടില്ല, മിണ്ടാടുക്കുന്നത്. എന്ത് പറഞ്ഞാൽ ചിരിയെല്ലാം വരും, പക്ഷെ പിടിച്ച് നിൽക്കും. അപ്പം ഇങ്ങനെ വയലെല്ലാം കണ്ടപ്പോൾ ഇങ്ങനെ വണ്ടി നിർത്തി ഇങ്ങനെ നിൽക്കുന്നത്. കുഞ്ഞാണെങ്കിൽ ഒരേ നാക്ക് നീട്ടി കളിയാണ്. അപ്പം കുറച്ച് ദൂരമൊന്നുമില്ല, അത്യാവശ്യം. പിന്നെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞാൽ മെല്ലെ പോകുന്നു. വലിയാറിൻ്റെ ബീച്ചിലാണ് പോകുന്നത്. ഇപ്പോൾ ഓണക്കൊന്ന് എത്താനായി. പിന്നെ ഞാൻ കുഞ്ഞിനെ ഓൻ്റെ കയ്യിൽ കൊടുത്തു. ഓൻ്റെ അടുത്ത് ഫോണും വാങ്ങി ഒരേ കളി, ഫോൺ കടിച്ചുകൊണ്ടിരിക്കലാണ് ഇപ്പോഴത്തെ സുഖിടോൻ്റെ. അപ്പം ഇതും പറഞ്ഞ് നമ്മൾ എന്തെല്ലോ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് പോയാൽ, അന്നേരം ഞാൻ പറഞ്ഞു, എന്നോട് ചോദിച്ചു, നിനക്ക് യൂട്യൂബ് ചാനലും ഉണ്ട്, നീ ഒരു സമാധാനം തിരില്ലേ നമുക്ക് ചോദിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് റെയിൽവേ ട്രാക്ക് ഉണ്ടായിനി, അവിടെ ക്ലോസായി. തൃക്കരിപ്പൂർ എത്തിന് റെയിൽവേ ട്രാക്കിൽ അവിടെ പെട്ടു. കുറേ നേരം നടന്നു, ട്രെയിൻ പോകുന്നത് നോക്കിയാണ്. കുഞ്ഞിനെ കണ്ടിട്ട്, കുഞ്ഞാണെങ്കിൽ ഓരോ ബോഗി പോകുമ്പോൾ അങ്ങോട്ടോക്കുന്നു ഇങ്ങോട്ടോക്കുന്നു തന്നെ. അപ്പം പോകുന്ന വഴിക്കിലെ കായൽ ഭാഗമാണിത്. ഈടിങ്ങനെ നോക്കിയെന്ന് മറ്റേ കുഞ്ഞിൻ്റെ അച്ഛൻ എവിടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെവിടെയല്ലേ നോക്കുന്നത്. ആ പോകുന്ന വഴിക്കാണ് പുതിയ വീലാൻഡ് എന്ന് പറഞ്ഞാൽ പാർക്ക് തുടങ്ങിയിട്ട്. അതിൻ്റെ ഉള്ളിൽ കയറാൻ പൈസ വേണം. അപ്പം എന്നാൽ അമ്മ വെച്ചു രാവിലെ കയറിയിട്ടല്ലേ അത് മുതലാക്കാൻ കഴിയും, അതുകൊണ്ട് തന്നെ വെച്ചു ആടത്തേക്ക് എന്തായാലും പോകണ്ടാന്ന്. അപ്പോൾ ഇങ്ങനെ പോയി നിൽക്കുമ്പം പാലത്തിൻ്റെ മുകളിലെത്തിയേരം ഉണ്ണിയാണ്ട് ആ ചങ്ങായി വിളിച്ചിട്ട് പറഞ്ഞു, ആടെ നിൽക്ക്, ഞാനിപ്പോൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അവരെയും കാത്തുനിന്ന് എടുത്ത കായൽ ഭംഗിയും മീൻ പിടിക്കുന്നു. ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. കുറേ ആളപ്പുറത്തുനിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിനി. അപ്പം അമ്മ ഇങ്ങനെ അടുത്ത് വീഡിയോ എടുക്കാമെന്ന് വെച്ച്, എന്നാലും ഒന്നല്ലേ എല്ലാവരും കൂടി ഇങ്ങനെ വെള്ളത്തിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ കുഞ്ഞിനോട് ഞാൻ കുറേ നേരമായി മിണ്ടണേ എന്ന് പറയുന്നത്, എങ്ങനെയും ചെങ്ങയും മിണ്ടുന്നില്ല. അപ്പം എൻ്റെ കൈമ മറ്റേ കുഞ്ഞി കിടന്നുറങ്ങിപ്പോയി, അതിനെയും പിടിച്ച് നിൽക്കുകയാണ്. അത് പിന്നെ എന്നെ കണ്ട പിന്നെ എൻ്റെ പേരേ നിൽക്കുമല്ലോ, അങ്ങനെ അതിൽ കിടന്നുറങ്ങിപ്പോയി. ഇവനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ പിന്നെ ഇത് ആകാശം എടുക്കുമല്ലോ. ഒരുത്തൻ കുഞ്ഞിൻ്റെ കൈമ കൊടുത്തു, കുഞ്ഞിനെ ഞാൻ അവൻ്റെ കൈമ കൊടുത്തിട്ട് പിടിക്കാൻ പറ്റി, എനിക്ക് കുഞ്ഞിനെ എടുക്കാൻ പറ്റി, അതൊക്കെ അറിയില്ല. ലാസ്റ്റ് ഞാൻ വീഡിയോ ഓഫാക്കിയിട്ട് ഇങ്ങനെ എല്ലാം ആക്കി എടുക്കേണ്ട, കുഞ്ഞിൻ്റെ തല ഷോൾഡർ നമ്മൾ ഈ മുട്ടിൻ്റെ മടമ്പില വെക്കട്ട് പറഞ്ഞിട്ട് അതിനെ നേരെ ആക്കി കൊടുത്തിട്ട് അവിടെ വെച്ചു. പിന്നെ ഏട്ടൻ വന്നപ്പം അവരിങ്ങനെ പാട്ട് പാടിക്കൊണ്ടാവുന്നതിന് അവരെ വെച്ചിട്ട് കുഞ്ഞി എണീച്ചു. പിന്നെ ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് കുഞ്ഞിനെയും ചിരിപ്പിച്ചുകൊണ്ടിരിക്കണം. അതിനിങ്ങനെ പാപ്പ തിന്നാൻ കൈകൊട്ട് എന്ന് പറഞ്ഞാൽ ചിരിച്ചോണ്ടിരിക്കും. അങ്ങനെ ഒന്ന് സൈറ്റിലടിക്കുന്നുണ്ട്, ചകി വയ്ക്കുന്നു. ഇപ്പോഴേ പഠിക്കുക, അച്ഛൻ്റെ മോനാ നീന്ന് എല്ലാം പറയുന്നുണ്ടായിരുന്നു. എല്ലാവരും വണ്ടി കയറി അമ്മ പറഞ്ഞു ബീച്ചിൽ പോവാന്ന് പറഞ്ഞു. ബീച്ചിലെത്തുമ്പോഴേക്ക് ഇരുട്ടായി, അവരെയും കാത്തുനിന്ന് സമയം പോയത് അറിഞ്ഞിട്ടാണ്. അപ്പം നമുക്ക് നേരെ ബീച്ചിലേക്ക് പോവാം. ബീച്ചിലെത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം ബീച്ച് എത്തിയിട്ടുണ്ട്. അപ്പം അവിടെ വണ്ടി വെക്കുകയെന്ന്, വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് നല്ല ഇരുട്ടായി. ഇത് കൂളിങ്ങോട്ടിച്ചോണ്ടാന്ന് കേട്ടാ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പം ഏട്ടൻ പറയുന്നത്, എന്നെ മാത്രം എടുക്കുന്നില്ല, നിങ്ങളെ മാത്രം എടുക്കുന്നില്ലേ. ഞാൻ പറയുന്നത് നിങ്ങളെടുത്തു പറയുന്നുണ്ട് കാണിക്കുന്നത്. ഒരുത്തം പൈസയെല്ലാം ബേക്സിലൊക്കെ ഭയങ്കര പൈസക്കാരനെന്ന് വിചാരം. പൈസ ഒന്നുമില്ല, പൈസ എല്ലാം കഴിഞ്ഞു. പണി ഇപ്പം മഴക്കാലമല്ലേ, പണിയെല്ലാം കഴിഞ്ഞു. ക്ലിയർ ഇല്ല അല്ലേ, ഇരുട്ടായതുകൊണ്ടെല്ലാം പോയി. അപ്പം നമ്മൾ നേരെ ബീച്ചിലേക്ക് കിടക്കുകയെന്ന്. ബീച്ചെത്തി ഞാൻ എപ്പൊടിയാണ് എന്നെ പിടിച്ച് വെള്ളത്തിൽ വന്നിട്ടും ഞാൻ ഓനെയും പിടിച്ച് വന്നിരും. പക്ഷെ ഇന്ന് ഞാൻ അധികം ഒന്നിടാം, അണ്ണയുടെ വണ്ടിയിലല്ലേ പോയിനിപ്പം. വണ്ടിയിലെല്ലാം പൂഴിയായാലും വെച്ചിട്ട് നമ്മ ഇങ്ങനെയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നു. കുറേ ഊഞ്ഞാലെല്ലാം ഉണ്ടായിരുന്നു, എല്ലാ ആളാണ് ഫുള്ള്. അല്ലെങ്കിൽ ഇപ്പോൾ വന്നാൽ ഊഞ്ഞാലാടലാണ് പണി. പക്ഷേ ഊഞ്ഞാലാടാൻ എന്തായാലും പറ്റിയിട്ട. എന്നിട്ട് അമ്മ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നത്. കുഞ്ഞിനെ കുറേ നേരം കളിപ്പിച്ചു നോക്കറാ. അതിന് പേടിയായിട്ടാ. അതിന് കുറച്ച് നേരം നിന്നു, പക്ഷേ വെള്ളത്തിൻ്റെ സൗണ്ടും അത് വരുന്ന കാണുമ്പോൾ പേടിച്ച് കരയുന്നു. ഇഷ്ടപ്പെട്ടിട്ട. കുഞ്ഞിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. എൻ്റെ കുഞ്ഞിക്കും അതെ, ഓക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ടാ, ചെറുതിന് അനിയത്തിക്ക്. അപ്പം ഗീസ് രാത്രിയായി. അമ്മ പറഞ്ഞു എനിക്ക് വിശക്കുന്നായി, നമുക്ക് ഇടങ്ങി പോയിട്ട് എന്തെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസായിട്ട് കുടിക്കാം. അമ്മ പറഞ്ഞു കഴിച്ചിട്ട് വരണ്ട, ഞാൻ ഫുഡാക്കി വെച്ചിന്, ഇനി അത് കളയാനാക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് ജ്യൂസ് അടിക്കാമെന്ന് പറഞ്ഞു. പോകുന്ന വഴിക്ക് കുഞ്ഞ് പറഞ്ഞു എനിക്ക് മഞ്ച് വേണമെന്ന് പറഞ്ഞു. മറ്റേ കുഞ്ഞ് അപ്പോൾ എങ്ങനെയും മിണ്ടുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചെങ്കിൽ മഞ്ച് വേണം, മുട്ടായി വേണം എന്നെല്ലാം ചോദിച്ചു ലാസ്റ്റ് മിണ്ടുന്നേ ഇല്ല, അത് മാത്രം മൂളുന്നുണ്ട്.
എന്നിട്ട് അവിടെ ഇങ്ങനെ പീടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയെന്ന് അവിടെ മുട്ടായി വാങ്ങാനുണ്ടോയെന്ന്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയാലും ഓനപ്പുറം പോയിട്ട് മുട്ടായി വാങ്ങിയിട്ട് അതോളം കൊടുത്തു. ഓളാർന്ന് നടന്ന് തിന്നുന്നുണ്ട്. ഒരുത്തൻ മുട്ടായിൻ്റെ കവറ് വായിൽ വെച്ച് കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ മറ്റേന്നാന്ന് വെള്ളാപ്പിലുള്ള ഒന്ന് ജംഗ്ഷൻ കഫേയിലാണ് കയറിയിട്ടുണ്ടായിനി. അവർ അപ്പവും ചിക്കനെല്ലാം കഴിക്കുന്നുണ്ട്. നമുക്കെന്തോ വേണ്ടാന്ന് മാത്രമല്ല, വീട്ടിൽ ഫുഡാക്കിയോണ്ട് അമ്മ പറഞ്ഞ് ജ്യൂസ് കുടിക്കുക. എൻ്റെ ജ്യൂസ് എടുത്ത് കുടിക്കുകയെന്ന് ഞാനൊന്നും പറയുന്നുണ്ട്. പിന്നെ വീട്ടിലേക്ക് പോകുന്നതൊക്കെ ചീമേനിക്ക് ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് ലേശം കറി വാങ്ങണം, ബീഫ് ചില്ലി ആയിട്ട് വാങ്ങിക്കോട്ട്. ഓനാട് ബീഫ് ചില്ലി വാങ്ങി ഇങ്ങനെ കാത്തിക്കുന്നുണ്ട്. അത് കാത്തുനിന്ന് കുറേ സമയമായി. അവർ അന്നേരം ആക്കി തരുന്നതാന്ന് തോന്നുന്നു. അതുകൊണ്ട് നല്ലോണം ലേറ്റ് ആയി. എന്തോ എന്നോട് പറയുന്നെന്തോ കാര്യമായിട്ട് തെറി വിളിക്കുന്നതാണ്. കാര്യമാക്കണ്ട, മൈൻഡ് ആക്കണ്ട. ഗൈസ് ബൈ. നമ്മൾ വീട്ടിലേക്ക് പോലായി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കുറേ ആൾ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്, എല്ലാവരും ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.